വിദ്യാഭ്യാസ മേഖല ലോകത്താകെ വലിയ മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ചൂട് പിടിച്ചുകൊണ്ടാണ് കേരള സർക്കാർ നമ്മുടെ ബിരുദ മേഖലയിൽ പാഠ്യപദ്ധതിക്ക് വളരെ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം 3 കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും FIUGPയുടെ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും ബിരുദ കോഴ്സുകൾ കൊണ്ടുവരുന്നത്. ഇത് ഓണേഴ്സ് ബിരുദ കോഴ്സുകളാണ്. അത് 4 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഇത് ഒരു ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ സമഗ്രമായ മാറ്റമാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ അക്കാഡമിക വർഷം മുതൽ അത് നടപ്പിൽ വരുത്തുകയാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ ഊന്നി പഠിച്ച് ആ വിഷയം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഈ ലോകത്തിന് വേണ്ട, കാലത്തിന് വേണ്ട സമയോചിതമായ അറിവ് ആ കുട്ടി അവൻ്റെ ഇഷ്ടപ്രകാരം നേടിയെടുക്കുകയാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവാണ്. നാളെ ഇതുവരെ സമ്പ്രദായത്തിലും അധ്യാപകരിലും അധിഷ്ഠിതമായിരുന്ന വിദ്യാഭ്യാസ രീതി ഇനി മുതൽ പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ താല്പര്യത്തിനനുസരിച്ച് മാറുകയാണ്. അതിനകത്തൊരു മേജർ കോഴ്സുണ്ട്, മൈനർ കോഴ്സുണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകൾ, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, വാല്യൂ ആഡഡ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, ഇങ്ങനെ പുതിയ തരത്തിലുള്ള കോഴ്സുകൾ ഇതിനകത്ത് സന്നിവേശിപ്പിച്ചുകൊണ്ട് ലോക നിലവാരത്തിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതികളെ ഉയർത്തുകയാണ്. വലിയ ഒരു മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, എല്ലാ വിദ്യാർത്ഥികളും പഠിച്ച് ഡിഗ്രികൾ സമ്പാദിക്കുന്നു, പക്ഷെ അവർക്ക് അർഹതപ്പെട്ട ജോലിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പം അതിനും കൂടെ ഒരു പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഈ പുതിയ പാഠ്യപദ്ധതി നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. ലോക നിലവാരമുള്ള, ലോകത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വന്തം അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് പഠിക്കാൻ കുട്ടിക്ക് അവസരം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളും വളരെ ഗൗരവമായി ഇതിനെ കണ്ടുകൊണ്ട് പുതിയ തരത്തിലുള്ള കോഴ്സുകൾ, നേരത്തെ നിലനിന്നിരുന്ന കോഴ്സുകളെ പുതിയ രീതിയിലേക്ക് കൃത്യമായ രീതിയിൽ മാറ്റിക്കൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ ജോലികളും മഹാത്മാഗാന്ധി സർവകലാശാല ഈ അവസരത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ പ്രവേശനം നേടി വരുന്ന കുട്ടികൾ അവരുടെ ഭാവി കുറച്ചുകൂടി സുരക്ഷിതമാക്കുവാനും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള അവരുടെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാനും ഗവേഷണം ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സർവകലാശാലയ്ക്കുള്ളത്.